ഹായ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നത്തേക്ക് ഒരു മാസമായിട്ടോ ഞാൻ വർക്കിന് പോകാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാസത്തെ ഒരു റുട്ടീൻ പോലെ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാന്നുള്ളത് കേട്ടോ. കുറേയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ എന്നും ഇങ്ങനെയല്ല, എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ. അങ്ങനെ അടുക്കളയിലേക്ക് ഞാൻ അധികം ഫോണായിട്ട് പോവാത്തത് എന്താ വെച്ചാൽ മീൻ പൊരിക്കലും ഉപ്പേരി ഉണ്ടാക്കലും അങ്ങനെ ഒരുപാട് ജഗപക പരിപാടീൻ്റെ ഇടയിൽ ഫോൺ കൊണ്ടാക്കാൻ സ്ഥലമില്ല. ഒന്നാമത് അതാട്ടോ, റാക്കിൻ്റെ മേലെ സ്ഥലമില്ല. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞ് ചോറ് കറി സാധനങ്ങളൊക്കെ വേഗം പാക്കാക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കും കേട്ടോ. കുട ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ കുട ചൂടിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ്. ഇതുവരെ മഴ അങ്ങനെ ഉണ്ടാവാറില്ല ഞാൻ പുറത്തിറങ്ങുമ്പോൾ, അതുകൊണ്ട് കേട്ടോ. പിന്നെ പോകാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി. അതിൽ കിങ്ങിണി നീറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ തന്നെയാണ് ഞാൻ കിങ്ങിണിക്കും കൊടുക്കുക കേട്ടോ. കിങ്ങിണിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ വായിൽ വെച്ച് തരാം ദോശ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. ഒരു കഷ്ണമേ ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ കൂടെ തിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. അമ്മിണി നീച്ചില്ല, അമ്മിണി നീക്കൂല. അമ്മിണി 8:30 കഴിയും നീക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ 8:30 9 മണിയൊക്കെ ആവും. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാൻ നിൽക്കില്ല. അങ്ങനെ ഒരുങ്ങി കെട്ടി നമ്മൾ പോവാൻ റെഡി ആവുകയാണ്. സത്യം പറഞ്ഞാൽ ജഗ് പുകയുണ്ടാവല്, പക്ഷെ ഇപ്പം അത്ര ഇല്ല തോന്നുന്നു. ഇനി സ്കൂൾ തുറന്നാൽ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം രണ്ടാൾക്കും കൂടെ പോവും വേണമല്ലോ. അപ്പോൾ ഒക്കെ കൂടെ ജഗ് പുകയും. പിന്നെ ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്താൽ ലാസ്റ്റ് മുടി ഇട്ട് എങ്ങനെയാണ്, കാരണം വെച്ചാൽ മുടി കഴിച്ചിട്ട് പോയാൽ ഭയങ്കര ചൂടാവൂലേ. അങ്ങനെ മാറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ വല്യമ്മ ഉണ്ട് അപ്പുറത്തുനിന്ന് മാങ്ങ കൊണ്ട് തന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും വൈഫും വീട്ടിൽ പോയി വന്നപ്പോൾ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് തന്നു. മാങ്ങയും വലിയ മാങ്ങ കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്തു, ഞാൻ കഴിച്ചില്ല. അതുകൊണ്ട് ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ. ഇവിടെ ഇന്നലെ ഇവർക്ക് വേണ്ടിയിട്ട് അച്ഛൻ മറ്റേ മീനിനെ വാങ്ങിയിട്ടുണ്ട്, ടാങ്കിലിടണ നമ്മൾ സാധാരണ അക്വേറിയം ഫിഷ് ഇല്ലേ. ഇത് നമ്മൾ സെറ്റാക്കി വെച്ചത് നമ്മുടെ ഫിൽറ്റർ ഇല്ലേ, വാട്ടർ ഫിൽറ്റർ പ്യൂരിഫയർ, അതിൻ്റെ അടിയത്തൊരു ഇതിൽ ആക്കിയിട്ട് വെച്ചാട്ടോ. അക്വേറിയൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുവരാനൊക്കെ ഉണ്ട് ഇനി പോയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ ഇത്രയൊക്കെ ആയപ്പോഴും ഞാൻ ഇന്ന് ഒരു മാസമായി ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിന് ഞാൻ വർക്ക് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം തന്നെ എനിക്ക് സാലറിയും കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ആ സാലറിയും കൂടെ കിട്ടിയപ്പം ഇന്നത്തെ ദിവസം ഫുള്ളായ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷോപ്പിലേക്ക് പോകുമ്പം 9 മണിക്കായിട്ട് ഇറങ്ങാൻ വീട്ടിൽ നിന്ന്. അപ്പം തന്നെ ഓട്ടോ വസന്തേന്ന് കിട്ടും. രാമനാട്ടർക്ക് എത്തിപ്പെടാൻ നമുക്ക് വലിയ റിസ്ക് ഇല്ല. ഞാൻ കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയിട്ടോ. ഇന്ന് മൂപ്പര് വരാൻ വേണ്ടിയിട്ട് നമ്മളെ മാനേജർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അനിയത്തി വിളിച്ചു ഓളെ ഷോപ്പിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്. എൻ്റെ കത്രിക കൊടുത്തിട്ടുണ്ടായിരുന്നു ഓളെ കയ്യിൽ, ഞാൻ മൂർച്ച കൂട്ടാൻ കൊടുക്കാൻ. അപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതവിടെ അടുത്തുള്ളൊരു മൊബൈൽ ഷോപ്പിൽ ഏൽപ്പിച്ച് പോന്ന്. പിന്നെ ഓൾക്ക് ഇങ്ങനെക്ക് വേണ്ടിയിട്ട് കുറച്ച് മൈലാഞ്ചിൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി തിരിച്ച് വന്ന് കുറച്ച് വന്നപ്പോൾ തന്നെ പിന്നെ ആൾ വന്നിട്ടോ. ആൾ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് വേഗം ഒരു മൈക്രോ വേർഡ്സിലൊരു ഫയൽ ഉണ്ടാക്കി, എന്നിട്ട് ഇത് ടൈപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇന്ന് എനിക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്ന ദിവസമാണല്ലേ എന്നുള്ളൊരു ഇതെനിക്ക് വരുന്നത് കേട്ടോ. അതുവരെ ഞാൻ അങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഒരു ദിവസമായല്ലോ, അത് മാത്രമേ ഒരു മാസമായല്ലോ, അത് മാത്രമേ ചിന്തിച്ചുള്ളൂ കേട്ടോ. പിന്നെ കഴിഞ്ഞ് എൻ്റെ 11 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കും. അത് കഴിഞ്ഞ് 12:30 1 മണിയാകുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാനേജർ പള്ളിപ്പൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ടൈമായപ്പോൾ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതാ ഓരോന്നിങ്ങനെ ടൈപ്പ് ചെയ്യാണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മലയാളത്തിലെ വേർഡ്സ് ചിലതൊന്നും കിട്ടൂല. അപ്പം ഞാൻ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴക്കാറ്, കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ഇങ്ങനെ ചാറി തുടങ്ങി. പിന്നെ അത് അത്യാവശ്യത്തിന് നല്ലോണം നനയുന്ന രീതിയിലുള്ളൊരു മഴയായിട്ടോ. മഴ പെയ്തതോടുകൂടി ചൂടങ്ങ് കൂടി. പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയണില്ല, ഭയങ്കര ചൂടായിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നോക്കി, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയൊക്കെ നിന്നു കേട്ടോ. അവിടെ ഞാൻ സാലറി കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണം എന്നുള്ളത്. അത് ഇതിന് മുന്നേയൊക്കെ സാലറി വാങ്ങിയപ്പോഴും കൊടുത്തിട്ടില്ല എന്നെൻ്റെ ഒരു ഓർമ്മ. അതെനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഒരു 20 വയസ്സൊക്കെ ആകുമ്പം അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ സാലറി വാങ്ങി വേഗം വീട്ടിലെത്തി അച്ഛനോട് പറഞ്ഞ് അച്ഛതാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് കൊടുത്തു. അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് പിന്നെ എനിക്ക് തന്നെ കൊണ്ടു തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അമ്മണിയും കൂടെ ഫറൂഖ് കോളേജിലൊക്കെ പോയി. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഫറൂഖ് കോളേജ് പോക്ക് അധികം ഉണ്ടാവാറില്ല, പക്ഷെ ഇന്ന് ഫറൂഖ് കോളേജിലൊക്കെ ഒന്ന് നിരങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് കിടന്നു. ഇവിടുന്ന് അങ്ങോട്ട് പല കാര്യങ്ങളും ഉണ്ടായി, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ.